ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആഹ്വാനം. കേരളത്തിൽ SIR നടപ്പിലാക്കുന്ന തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അതേസമയം രാജ്യവ്യാപകമായ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ SIR നടപ്പിലാക്കിയത് 2002-ലാണ്. 2002-ൽ പ്രസിദ്ധീകരിച്ച SIR പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കി. മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായതാണോ എന്നറിയാൻ സമീപത്തെ പോളിംഗ് സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം. എന്നിട്ടും പേര് കണ്ടെത്താനായില്ല എങ്കിൽ സെപ്റ്റംബർ 22-ന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസർമാരെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. ആധാർ ഉൾപ്പെടെയുള്ള 11 തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് തയ്യാറാക്കി വെക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ SIR സമയക്രമം പിന്നാലെ പ്രഖ്യാപിക്കും. കേരളത്തിൽ ബീഹാറിൽ നടത്തിയതുപോലെ SIR നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ തീരുമാനത്തിന് മുമ്പ് 20-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാൻ ഇരിക്കെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രഖ്യാപനം. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.